ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വിറ്റ്നസ്സാകുക എന്നുള്ളൊരു ദൂത് പറഞ്ഞെങ്കിലും അത് ദൈവാത്മാവ് ഈ വിഷയം സംസാരിച്ചപ്പോൾ നിങ്ങൾ ദൈവശക്തിയാൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം യേശുവിനെ പുറത്ത് സാക്ഷീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമ്മളിലാകുക, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എൻ്റെ അകത്ത് ഉറപ്പായിരിക്കണം, എങ്കിലേ ഞാൻ ക്രിസ്തുവിൽ ഒരു പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. തിമത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ആമേൻ. ഇതിലേക്ക് ഞാൻ അടുത്ത ആഴ്ച എത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും വായിച്ച സ്ഥിതിക്ക് ഞാൻ അതിലങ്ങ് തുടങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞേക്കുന്ന ലജ്ജിക്കരുതെന്ന സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ക്രിസ്തുവിന്റെ കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ഒന്ന് പറഞ്ഞാൽ ലജ്ജിക്കരുത്. ആമേൻ. രണ്ട് കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എൻ്റെ തടവ്, ഞാൻ തടവിലായിരിക്കുന്നത്. പൗലോസ് പറയാണ്, ഞാൻ തടവിലായിരിക്കുന്നത് ഓർത്ത് നീ ലജ്ജിക്കാൻ പാടില്ല. ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കാൻ പാടില്ല. ഒന്ന് പറഞ്ഞ്, രണ്ട് ഭാഗം ഒന്ന് പറഞ്ഞ്. ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്, അല്ലെങ്കിൽ കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. പൗലോസ് തന്നെക്കുറിച്ച് തൻ്റെ നിജപുത്രനായ തിമത്തിയോസിനോട് പറയാണ്, എൻ്റെ തടവ്, ഞാൻ ബന്ധനത്തിലായിരിക്കുന്നത് നിനക്കൊരു ലജ്ജയാകാൻ പാടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, താഴോട്ട് പറഞ്ഞു വരുമ്പോ ദൈവ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഈ കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള കഷ്ടത മൊത്തം വീട്ടിനകത്ത് വിളിച്ചു കയറ്റാന്നല്ല അതിൻ്റെ അർത്ഥം. നീയും എന്നോടുകൂടെ അധ്യധ്വാനം, സുവിശേഷത്തിനായിട്ട് അധ്വാനിക്കുക എന്ന വാക്കാണ്. മലയാളത്തിൽ അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. അധ്വാനിക്കുക, സുവിശേഷത്തിനായിട്ട് അധ്വാനിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, യുവ സുവിശേഷകന്മാർ, യുവയായില്ലേലും കുഴപ്പമില്ല, നിങ്ങളൊരു യൗവന അനുഭവത്തിൽ സുവിശേഷക ആത്മാവ് നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. പൗലോസ് തന്നിൽ ഉണ്ടായിരുന്ന സുവിശേഷത്തിന്റെ ഒരു ദീപശിഖയെ ഹല്ലേലൂയ തിമത്തിയോസിന് കൈമാറി. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നാളുകൾ യേശുവിൻ്റെ സാക്ഷിയാകുവാൻ, യേശുവിൻ്റെ വിറ്റ്നസ് ആകുവാൻ സമർപ്പിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ പ്രായാധിക്യത്തിൽ തൻ്റെ അകത്തുണ്ടായിരുന്ന സുവിശേഷത്തിൻ്റെ ദീപശിഖയെ തൻ്റെ നിജപുത്രനാകുന്ന, ആത്മാവിൽ താൻ ജനിപ്പിച്ച മകനാകുന്ന തിമത്തിയോസിന് കൈമാറി. ഇന്നലെ ഞാൻ ഈ ദൂത് കൈമാറിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, ഹല്ലേലൂയ, പല സഭകൾക്കും കൈമാറാത്ത ചില സീക്രട്ടായ വിഷയങ്ങളെ പൗലോസിന് കൈമാറുവാൻ ഇഷ്ടം തോന്നിയ മനുഷ്യനായിരുന്നു തിമത്തിയോസ്. ദൈവം മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊണ്ടുപോയി തൻ്റെ ഉള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത ചില വെളിപ്പെടുത്തലുകൾ മുഴുവനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. താൻ രഹസ്യമെന്നും മർമ്മമെന്നും അവതരിപ്പിച്ച വിഷയങ്ങൾ പൂർണ്ണമായൊന്നും ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. അതിനകത്ത് ചില ക്ലൂകൾ, ചില ആശയങ്ങൾ, ചില വാക്യങ്ങളിലൂടെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. യേശുവിൻ്റെ വെളിപ്പെടുത്തലും അപ്പോസ്തലന്മാരുടെ മറ്റുള്ള വെളിപ്പെടുത്തലുകളെയും ചേർന്ന് പഠിക്കുമ്പോൾ ആ സത്യം ഒന്ന് തുറന്നു വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ സഭകളോടൊന്നും പറയാത്ത ചില സീക്രട്ടായ അനുഭവങ്ങൾ ദൈവം, ഹല്ലേലൂയ, ദൈവീയ അഭിഷിക്തനാകുന്ന പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് കൈമാറി. ഹല്ലേലൂയ. തിമോത്തിയോസിനെ കുറിച്ച് ഇന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരു തിമോത്തിയോസ് പുറത്ത് വരാൻ വേണ്ടി ആയിരിക്കാം ഈ ഒരു ദൈവശബ്ദം കേൾക്കുന്നത്. കൈ ഉയർത്തി ഒന്ന് പിടിച്ച്, ദേശത്ത് തലമുറകളെ പുറത്തിറക്കുന്ന തിമോത്തിയോസുമാർ പുറത്തു വരട്ടെ.
ലജ്ജിക്കരുതെന്ന, എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ഇത് കൃത്യമായും താൻ തന്നെ തന്നെ പുറത്ത് പ്രദർശിപ്പിക്കുന്ന സാക്ഷ്യത്തെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ സാക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് തന്നെ പനിമാറിയതല്ല സാക്ഷ്യം. അത് കർത്താവിനാൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ്. കർത്താവിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷ്യമുണ്ടല്ലേ? നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരോട് പറയാനുള്ള അനുവാദമുണ്ട്. പക്ഷെ ഇത് കൂടാതെ ഒരു സാക്ഷിയോടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് കർത്താവിൻ്റെ സാക്ഷ്യം. ഹല്ലേലൂയ. അതെന്താണെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സജി ആന്റിക്ക് സാക്ഷ്യമുണ്ട്. സജി ആന്റിയുടെ സാക്ഷ്യം സജി ആന്റിയുടെ സാക്ഷ്യ, എൻ്റെ സാക്ഷ്യം അല്ല. പിന്നെ ഞാൻ വേറൊരു വീട്ടിലെ ആളാണെങ്കിലും സജി ആന്റിയുടെ സാക്ഷ്യം റോസിന്റെ സാക്ഷ്യം അല്ല. ആണോ? അല്ല. പക്ഷെ ക്രിസ്തുവിന്റെ സാക്ഷ്യം സജി ആന്റിയുടെ സാക്ഷ്യമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സാക്ഷ്യം എൻ്റെ കൂടെ സാക്ഷ്യമാണ്. എങ്ങനെയാകുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അകത്ത് വരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാക്ഷ്യം ഭൂമിയിലേക്ക് വെളിപ്പെടുത്തിയ രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് രണ്ട് ഭാഗം പുറത്തോട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, യേശു കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിയത് പിതാവായ ദൈവമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവപുത്രനായിരുന്നു യേശു എന്നുള്ളത് സത്യമായ സാക്ഷ്യമാണ്. ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയ കാര്യങ്ങളാണ്. വീണ്ടും ഒരു കാര്യം പറഞ്ഞു. അത് 2 പേരാണ് യേശു കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊന്ന് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവുമാണ്. പിതാവായ ദൈവം ഭൂമിയിലാണ് യേശു കർത്താവിനെ ദൈവപുത്രനായി സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ ആ ദൈവപുത്രന്റെ ആത്മാവിൽ നാമും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവാം ദൈവമാണ്. അത് നമ്മുടെ ഉള്ളിലാണ്. ഇത്രയും വരെ ഞാൻ പറഞ്ഞതാണ്. ഇനി പറയാനുള്ളൊരു കാര്യം, സാക്ഷി എന്ന് പറയുന്ന അവനവന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. അവനവന്റെ അനുഭവമാണ്. ഞാൻ ആരാണോ അതിൻ്റെ ആകെ തുകയാണ് നിങ്ങളുടെ സാക്ഷ്യം, എൻ്റെ സാക്ഷ്യം. ഞാൻ ആരാണോ എന്നുള്ളതിൻ്റെ, ഞാൻ ആരാകുന്നു എന്നുള്ളതിൻ്റെ ആകെ തുകയാണ് എൻ്റെ സാക്ഷ്യം. ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ ആരാണ് എന്നുള്ളതിൻ്റെ ആകെ തുകയാണ് നിങ്ങളുടെ സാക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ആ സാക്ഷി ആർക്കേ അറിയാവുള്ളൂ? നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്കും, എൻ്റെ സാക്ഷ്യം എനിക്കേ അറിയാവുള്ളൂ. ആമേൻ. അപ്പൊ യേശു സാക്ഷ്യപ്പെടുത്തുന്നത് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തിയ ശേഷമായി പിന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് മുഴുവൻ താൻ തന്നെ തന്നെയാണ്. ആമേൻ. തന്നെ തന്നെയാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്നാപകയോഹന്നാൻ യേശുവിന് സാക്ഷിയായി. എങ്ങനെയാണ് സാക്ഷിയായത്? ഹല്ലേലൂയ. പിതാവായ ദൈവം പറഞ്ഞു കൊടുത്തിട്ടാണ് സാക്ഷിയായത്. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി. യോഹന്നാൻ അപ്പോസ്തലൻ, പൗലോസ്, പത്രോസ്, എല്ലാ അപ്പോസ്തലന്മാരും യേശുവിന്റെ സാക്ഷിയായി. അവർ പരിശുദ്ധാത്മാവിനാലാ സാക്ഷിയായ. ഹല്ലേലൂയ. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കാനായിട്ട് ഒരു 15 മിനിറ്റ് എടുത്ത് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചോദിക്കണം. ഹല്ലേലൂയ. കാരണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമേ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ആമേൻ, ആമേൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കാര്യം യേശുവിനെ നന്നായിട്ട് അറിയാവുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. യേശുവിനെ നന്നായി അറിയുന്നവർക്ക് മാത്രമേ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്ത നിങ്ങൾ ആരാണെന്നുള്ള സാക്ഷ്യം എന്നതുപോലെ ഹല്ലേലൂയ ദൈവമെന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർക്ക് മാത്രമേ അവരാരാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ പിതാവായ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ആമേൻ. എന്നെക്കുറിച്ച് യേശുവിന് പറയാനുള്ള കാര്യം,
എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ എന്നെ വെളിപ്പെടുത്തി സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രം. അതാ പൂർണ്ണ അറിവുള്ള 2 പേരേ ഉള്ളൂ. അത് പരിശുദ്ധ 3 പേരേ ഉള്ളൂ. 1 താൻ തന്നെ തന്നെയാണ്, യേശു തന്നെ തന്നെയാണ്. 2 പിതാവായ ദൈവമാണ്. 3 പരിശുദ്ധാത്മാവായ ദൈവമാണ്. നമ്മളെ സാക്ഷിയാകുന്നത് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റിലാണ്. ആ ജ്ഞാനത്തിന്റെ ആത്മാവിലാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ തിമത്തിയോസിനോട് സാക്ഷ്യം സ്ഥിരമായിരിക്കണമെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അതുകൊണ്ട് എന്നൊരു പദമുണ്ട്. സുബോധത്തിന്റെ അഥവാ വീരുത്വത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനാൽ അത്രേ ദൈവം നമുക്കത് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തേക്കും ഏതുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിലാണ് ഈ സാക്ഷ്യം നിങ്ങളിലേക്ക് എത്തുന്നത്. ആമേൻ, ആമേൻ. നിങ്ങളിലേക്ക് യേശുവിന്റെ സാക്ഷ്യം എത്തുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. യേശുവിന്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണമെന്നല്ല പറഞ്ഞാണോ? യേശുവിന്റെ സാക്ഷ്യം നിങ്ങൾ അറിയണമെന്നല്ല പറഞ്ഞേ. യേശുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ സ്ഥിരമായി ഉറപ്പാകണം. മനസാക്ഷി ഉള്ളവരെല്ലാം ഒന്ന് കൈവക്ക്. മനസ്സിന്റെ സാക്ഷ്യം, മനസ്സിന്റെ സാക്ഷ്യം. ഇത് വലിയൊരു പ്രശ്നക്കാരനാണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമുക്കും സത്യത്തിൽ മനസാക്ഷി അല്ല വേണ്ടത്, സത്യത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയാണ് വേണ്ടത്. എനിക്ക് എത്ര പേർക്ക് ആ വിഷയം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. മനസാക്ഷി, നിങ്ങളുടെ മനസാക്ഷിക്കാണ് നിങ്ങൾ ആരാണെന്ന് അറിയാവുന്ന, ഇല്ലേ? നിങ്ങൾ ആരാണെന്ന് അറിയാവുന്ന, അല്ലേ? എത്ര പ്രവാചകൻ നിന്ന് പ്രവചിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് ആരാണെന്ന് അറിയാവുന്നത് നിങ്ങളുടെ മനസ്സിനാണ്. അപ്പം നിങ്ങളുടെ മനസ്സൊരു സാക്ഷിയാണ്. നിങ്ങളുടെ മനസ്സൊരു നിങ്ങളുടെ സാക്ഷിയാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ആ മനസാക്ഷിക്കകത്ത് ഒരു കള്ളം കിടപ്പുണ്ട്. ആ കള്ളത്തെ പൊട്ടിക്കുന്നതാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം. ഈ നമുക്ക് 3 ഭാഗങ്ങളാണുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. പഴയ നിയമത്തിലെ ടെമ്പിളിന് 3 ഭാഗമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ അതിപരിശുദ്ധ സ്ഥലത്താണ് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. ഹല്ലേലൂയ. എന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് വന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല. ദൈവത്തിന്റെ ആത്മാവ് വന്നത് നിങ്ങളുടെ ദേഹിയിലേക്കല്ല. ദൈവത്തിന്റെ ആത്മാവ് വന്നത് നിങ്ങളുടെ ആത്മാവിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മനസ്സിന്റെ സാക്ഷ്യം, നമ്മുടെ മനസ്സിന്റെ സാക്ഷ്യം, മനസ്സിന് 2 പേരെ പരിചയമുള്ളൂ. മനസ്സിന് അറിയാവുന്ന 2 പേരേ ഉള്ളൂ. മനസ്സിന് അറിയാവുന്ന ദേഹിയെ നന്നായിട്ട് അറിയാം, അവനവന്റെ ശരീരത്തെ നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ ആത്മാവിനകത്താണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം വന്നേ. ആമേൻ. ഇന്ന് രാവിലെ മുതൽ ഹല്ലേലൂയ നിങ്ങളുടെ മനസാക്ഷിയും ക്രിസ്തുവിന്റെ സാക്ഷ്യവും തമ്മിൽ തട്ടിച്ചു നോക്കണം. ഹല്ലേലൂയ. മനസ്സിന്റെ സാക്ഷ്യത്തെ മാറ്റി അവിടെ ക്രിസ്തുവിന്റെ സാക്ഷ്യം കയറാൻ നേരത്ത് നിന്റെ മേല് ദൈവപ്രവർത്തികൾ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു വിശാലമായ പഠനമാണ്, വിശാലമായ ഒരു അനുഭവം നമ്മുടെ ലൈഫിനകത്തേക്ക് തുറക്കുന്ന മേഖലയാണ്. സത്യമായും വളരെ കൃത്യമായും നീ ഒരു ദൈവ പൈതലായി തീർന്ന് എന്ന് ക്രിസ്തു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അല്ലേ? നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകാറുണ്ട്, ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടാകാറുണ്ട്, മനസ്സിനകത്ത് ഇരുട്ടുകൾ ഉണ്ടാകാറുണ്ട്, മനസ്സിനകത്ത് ഒത്തിരി വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നത് ക്രിസ്തു സാക്ഷ്യം കയറുമ്പോഴാണ്. എന്തായിരുന്നു ക്രിസ്തു സാക്ഷ്യം? ക്രിസ്തു തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ജീവന്റെ ഒന്ന് പറ, ഞാൻ ജീവന്റെ അപ്പമായിരുന്നു. 2, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. ഞാൻ
ആടുകളുടെ വാതിലായിരുന്നു, ഞാൻ നല്ല ഇടയനായിരുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവസാനം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ. ഈ 7 സാക്ഷ്യം നിങ്ങളുടെ അകത്ത് ഉറപ്പായിരിക്കണം. ഇത് ക്രിസ്തു താനാകുന്നു എന്ന് വെളിപ്പെടുത്തിയതാണ്. ഇത് ഞാൻ തുറന്നുകൊണ്ട് വന്നത് പഴയ നിയമത്തിലെ മോശ ചോദിച്ചതിനകത്താണ്. മോശയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്, ഞാൻ അങ്ങയെക്കുറിച്ച് എന്താണ് അവരോട് പറയേണ്ടത്? അങ്ങ് ആരാണ് എന്ന് അവർ ചോദിക്കുമ്പോൾ 400 വർഷങ്ങൾ കഴിഞ്ഞ ആ ജനത്തിന് അങ്ങയെ അറിയത്തില്ല. ഞാൻ എന്തോ പോയി പറയും. ദൈവം വെളിപ്പെടുത്തിയാണ്, ഞാൻ യാഹുവയാണ്, ഞാൻ ആകുന്നവനാണ്. അതാണ് യോഹന്നാൻ അപ്പോസ്തലന് പരിശുദ്ധാത്മാവ് മൂലം വെളിപ്പെടുന്നത്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാകേണ്ടത്, ഈ 7 പദത്തിനകത്തും അകത്തോ പേരിലോ ജീവൻ എന്നൊരു പേര് കിടപ്പുണ്ട്. ഹല്ലേലൂയ. കാരണം ആ ജീവൻ എന്ന വാക്ക് അവിടെ വരാനുള്ളതിന്റെ പിന്നിലെ കാരണം, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ മരിച്ചിരിക്കുകയായിരുന്നു. ആ മരണം വിട്ട് ജീവനിലേക്ക് വരേണ്ടതിന് ഈ 7 സാക്ഷ്യത്തിനകത്തും എന്തോ ഉണ്ട്? ജീവൻ എന്ന പദം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മരണശക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അത് ദേശത്താകട്ടെ, കുടുംബത്താകട്ടെ, വ്യക്തികളാകട്ടെ, നാശത്തിന്റെ വിതയിട്ട മരണത്തിന്റെ കെട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ഇതൊക്കെ നിഷ്ഫല പ്രവൃത്തിയാണ്. സഭ ഇതിനെ ശാസിക്കണം. സഭ ഇതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. സഭ ഇതിനെ ശാസിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ മുതൽ നിഷ്ഫല പ്രവൃത്തിയുടെ മുമ്പിൽ ശാസിക്കുന്ന, അതിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. നിന്റെ വീട്ടിൽ അനുവദിക്കരുത്. നിന്റെ വീട്ടിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ഹല്ലേലൂയ ഭൗതികമായ അനുഭവങ്ങൾക്കകത്ത്, ശാരീരികമായ അനുഭവത്തിനകത്ത്, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നിഷ്ഫല ഇരുട്ടിന്റെ പ്രവൃത്തികളെ അനുവദിക്കരുത്. അതിനെ കണ്ണു അടച്ച് ആത്മാവിശ്വാസിച്ചോ. ഈ ഒരു തന്റെ ഇടം വേണം. തോമസ, താലോലിക്കല്ല വേണ്ടത്, നോ നോ എന്ന് പറയണം. ഹല്ലേലൂയ. നിങ്ങൾ വലിയ ആത്മീയനായതുകൊണ്ടല്ല ഇത് വിട്ടു പോകുന്നത്. നിന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ട് നീ ഒരു ധൈര്യം പ്രഖ്യാപിച്ചാൽ മതി. പറ്റത്തില്ല, എന്തുവാണ്? പറ്റത്തില്ല എന്ന് പറയണം. അതിന് ശാപമാണെങ്കിലും രോഗമാണെങ്കിലും അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. നിങ്ങൾ അനുവദിക്കേണ്ടത് എന്നായിരുന്നറിയോ? അനുവദിക്കേണ്ടതാണ് യേശു പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. ആമേൻ. നീ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നിന്നിൽ അനുവദിക്കപ്പെടണം. ഹല്ലേലൂയ. ഇത് നമ്മളെക്കുറിച്ച്, യേശു തന്നെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് പറയുന്ന യേശുവിന്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദ ലിവിങ് ടെമ്പിൾ. അതിനകത്തുകൊണ്ട് ജീവനുള്ള ആരാധന സ്ഥലമാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളിൽ അനുവദിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉണ്ട്, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ഏത് ലോയിക്കാത്ത നിൽക്കുന്നേ? ഏത് ലോയിക്കാത്ത? നിങ്ങൾ ജീവന്റെ ലോയിക്കാത്ത നിൽക്കുന്നേ. ഞാൻ പറയാം, മനസാക്ഷി മാറി യേശുവിന്റെ സാക്ഷ്യം കയറണം. അതിനകത്ത് ചില ഡെലിവറൻസുകളുണ്ട്. ആമേൻ. മനസാക്ഷിയുടെ മേലുണ്ടാകുന്ന ക്രിസ്തു സാക്ഷ്യത്തിന്റെ കടന്നുകയറ്റം ആ അനുവദിക്കപ്പെടുമ്പം മനസ്സിനകത്ത് പഴയ മനുഷ്യനിൽ സംഭവിച്ച എല്ലാ തിക്താനുഭാവങ്ങളുടെ മേലുള്ള ഒരു ശക്തമായ ഡെലിവറൻസ് ഉണ്ട്. ആമേൻ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്
പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് വാവിട്ട് കരയാൻ പറ്റിപ്പോയ, നിന്റെ മനസ്സിന് പ്രഹരമായി പോയ, നിന്റെ ശരീരത്തിന് പ്രഹരമായ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് എഴുതുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ ഓർമ്മപ്പെടുത്തി തരണം. എന്താണ്? ഓർമ്മപ്പെടുത്തി തരണം. എന്നിട്ട് എഴുതി വെച്ചിട്ട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയാൽ, പണ്ടുണ്ടായിരുന്നതും ഇപ്പൊ ഓർമ്മപ്പെടാത്തതാണെങ്കിൽ അതിപ്പോ നിലനിൽക്കുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. എഴുതി വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ക്രിസ്തു സാക്ഷ്യത്തെ സ്വീകരിക്കണം. എന്നിട്ട് അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി, അതൊഴി അങ്ങ് പൊക്കോളും. അത് നിമിത്തമായ ഒരു പ്രശ്നവും നിങ്ങളിൽ ഉണ്ടാകത്തില്ല. കർത്താവ് പറയുന്നില്ലേ, അവൻ വെളിച്ചമാകുന്നു, അവന് ഇരുട്ടോട്ടും. ഇതേ പദം തന്നെ നമ്മളിലേക്ക് എടുക്കുകയാണ്. നമ്മൾ വെളിച്ചമാണ്, ഇനി അവനിൽ ഇരുട്ടൊട്ടും ഇല്ലെന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ചില റൂമുകളൊക്കെ ഇപ്പോഴും ഭയങ്കര അന്ധകാരം പിടിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ റൂമുകളൊക്കെ അല്ലേ, പലരോടും ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം ഇപ്പോഴും കർത്താവ് വചനത്തിൽ പറഞ്ഞേക്കുന്നത്, സൂര്യൻ ഓടി അകലുന്നതിന് മുമ്പ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തോണം. കോപം വെച്ചോണ്ടിരിക്കരുത്, കോപത്തിൽ കയറി കിടന്ന് ഉറങ്ങരുത്. കോപം മുളച്ച് പൊട്ടി ഭയങ്കര വൃക്ഷമാകും. കടന്നപ്പം പുള്ളി വലിയ കാര്യമൊന്നുമല്ലായിരുന്നു, പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പം ഭയങ്കര സംഭവമായിരിക്കും. അങ്ങനെ സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വളരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ആ അനുഭവത്തെ അല്ല നമ്മളുടെ ഉള്ളിൽ അനുവദിക്കേണ്ടത്. ഇത് രണ്ട് രീതിയിലാണ് വരുന്നത്. പുള്ളിക്കാരൻ മനസ്സിനകത്താണ് ഇടുന്നത്, ദൈവ ആത്മാവിനകത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ നിങ്ങൾ കൈവിട്ട് കളയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വീണു പോകുന്നില്ല. അതാ വാക്ക്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വീണു പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. ഒരു മനുഷ്യൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അവനെ വിട്ടുകൊടുത്താൽ, ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഇഷ്ടം നിറവേറാൻ വിട്ടുകൊടുത്താൽ, അവന്റെ അകത്ത് കിടക്കുന്ന ആ ആത്മാവ് ദേഹിയെയും ദേഹത്തെയും കൺട്രോൾ ചെയ്തു തുടങ്ങും. ആമേൻ. ഈ ആശയം അല്പം കൂടെ വിശാലമായി തുറക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ പ്രാകാരത്തിൽ യാഗം ഇല്ലായിരുന്നു. ഉണ്ടോ? വിശുദ്ധ സ്ഥലത്ത് ഇല്ലായിരുന്നു. പിന്നെ എവിടെയുള്ള? ഇല്ല. യാഗം മീൻസ് ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ? അതിപരിശുദ്ധ സ്ഥലത്ത്. പ്രാകാരത്തിൽ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കയറാൻ പറ്റില്ല. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ യേശു കാൽവറിയിൽ കയറി തന്റെ ദേഹമെന്ന തിരശീല കീറി. ഇപ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഏത് സമയത്തും കയറി ചെല്ലാം. ആമേൻ. പറയുന്നവർക്കായി സ്തോത്രം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. ദൈവം ആത്മാവിനെ അയച്ചത് നമ്മുടെ ആത്മാവിലാണെങ്കിലും നമ്മുടെ ദേഹിയുടെ മേലും ദേഹത്തിന്റെ മേലും ദൈവാത്മാവിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആത്മാവ് വന്നത്. ആ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ അനുവദിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ അനുവാദം കൂടാതെ ഇതിങ്ങോട്ട് കേറത്തില്ല. അല്ലേ? വചനം പറയുന്നതന്നെ മനസ്സ് പുതുക്കി, എബ്രായ ലേഖനം 12 വാക്യം, മനസ്സ് പുതുക്കി ആത്മാവിൽ വന്ന അപ്ഡേഷൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതിനാദ്യം വേണ്ടതാണ് ക്രിസ്തു സാക്ഷ്യം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ ക്രിസ്തുവിലും, ക്രിസ്തുവിന്റെ വചനം നാട് അല്ലെങ്കിൽ വിശേഷ വചനം നടക്കുന്നത്. പക്ഷെ ആ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതാണ്, ഈ വചനമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇതല്ല. അതിന് ഉച്ചാരണം എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉച്ചാരണം അഥവാ ക്രിസ്തുവിന്റെ സാക്ഷി എൻ്റെ അകത്ത് വന്ന ശേഷം, ഞാൻ ക്രിസ്തുവിലായ ശേഷം
എൻ്റെ നാവിലൂടെ പുറത്തു വരേണ്ട ചില കാര്യങ്ങളെയാ പറയുന്നത്. നാവിലൂടെ ഞാൻ സംസാരിക്കുന്ന കാര്യത്തിൽ ആ വചനത്തിലും ക്രിസ്തു പരിജ്ഞാനത്തിൽ നിങ്ങൾ സമ്പന്നരായിരിക്കുന്നു. ഇങ്ങനെ പൗലോസിന് പറയാനുള്ള ധൈര്യം എന്താണ്? ധൈര്യം മറ്റൊന്നുമല്ല, ഓൾറെഡി ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നെന്നുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ബാങ്കിൽ പണം വന്നാൽ നിങ്ങൾ പണക്കാരനാണെന്ന് പറയാം, കൈ കിട്ടിയില്ലെങ്കിലും. ആമേൻ. അല്ലേ ജിൻസേ? ഞാൻ 1,00,000 രൂപ ജിൻസിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? അക്കൗണ്ട് നമ്പർ അന്ന് ചോണേ ഇട്ടെന്ന് വിചാരിക്കുക. ഇട്ടെന്ന് ബാങ്കിൽ കടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ATM കാർഡിലോട്ട് ചെന്നപ്പോ ഒരു അമ്മച്ചി, പ്രായമുള്ള അമ്മച്ചി നിൽക്കുകയാണ്. അമ്മച്ചി ഇറങ്ങുന്നുമില്ല, എന്നെ കയറ്റുന്നുമില്ല, അമ്മച്ചി എടുക്കുന്നുമില്ല, നോക്കി നിൽക്കുക. അമ്മച്ചിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാർഡുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇത്ര വലിയ ATM കാർഡ് ഒരു 10-100 എണ്ണം ഉണ്ട്. അത് 100 ATM കാർഡ്. നിങ്ങൾ വിചാരിക്കണ്ട കാര്യം പറഞ്ഞു വരുന്നത്. സംഭവം എന്നാണെന്നറിയോ? അമ്മച്ചിയുടെ കൊച്ചുമോള് ആ ATM വന്നിട്ട് പണം എടുത്തിട്ട് കാർഡ് കൊണ്ടുപോയില്ല, കാർഡ് അവിടെ വെച്ചേച്ച് പോയി. ഇവള് വേറെ എങ്ങാണ്ട് പോയി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു ആ ATM-ലാണെന്നാ തോന്നുന്നേ. വരാൻ നേരത്ത് അങ്ങനെ വെച്ചവരുടെ ഇഷ്ടം പോലെ കാർഡ് അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ പേര് പോലും ഇല്ല. ഞാൻ പറഞ്ഞു അമ്മച്ചി ഏത് ബാങ്കിന്റെ ആണെന്നറിയാമോ? അമ്മച്ചിക്ക് ഏത് ബാങ്കാണെന്ന് അറിയത്തില്ല. ATM കാർഡ് ഇങ്ങനെ എടുത്ത്. ഞാൻ പറയും പേരറിയാവോ? പേര് തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ എന്റെ ATM കാർഡ് എന്റെ കയ്യിൽ വെച്ചേക്കുവാണ്. ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഞാൻ എണ്ണി നോക്കിയപ്പോ ആ പറഞ്ഞൊരു കൊച്ചിന്റെ കാർഡ് കിട്ടി, എടുത്ത് കൈ കൊടുത്തു. സമയം പോയത് കൊണ്ട് ആ കാർഡെല്ലാം ഞാൻ അവിടെ വെച്ച് ഞാൻ വീട്ടിൽ പോന്നു. ദിവസം രാത്രിയിൽ ഞാൻ ഇന്ന് പൈസ എടുക്കുകയാണ്. കാർഡ് ഇട്ടു, എടുത്തിട്ട് പിന്നടിച്ചിട്ട് ശരിയാകുന്നില്ല. പിന്നടിച്ചിട്ട് ഞാനെടുത്ത് ബാങ്കുകാർ പിടിച്ചു. കുറച്ച് പൈസയേ ഉള്ളൂ, ബാങ്കുകാർ പിടിച്ചോന്ന് അറിയത്തില്ല. 1-2 ഇട്ടപ്പം അതങ്ങ് ബ്ലോക്കായി. 3 പ്രാവശ്യത്തിൽ കൂടുതൽ അടിച്ചപ്പോ ആ കാർഡ് അങ്ങ് ബ്ലോക്കായി. ഞാൻ വീട്ടിൽ വന്നു. ATM പിൻ നമ്പർ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ ഓർമ്മക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് പിൻ നമ്പർ തെറ്റിപ്പോയതായിരിക്കാം. എങ്കിലും ഞാൻ മിക്ക ദിവസം പൈസ എടുക്കുന്നത് തെറ്റാൻ ചാൻസ് ഇല്ല. എൻ്റെ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് ഇട്ടേക്കുന്നത്, അത് തെറ്റില്ല. പിന്നെ ഓർമ്മക്കുറവാണെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ഈ ATM കാർഡ് എടുത്തിട്ട് മൊബൈലിനകത്ത് വീണ്ടും എൻ്റെ പിൻ നമ്പർ സെറ്റ് ചെയ്യുക. പിൻ നമ്പർ സെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിലിരുന്ന കാർഡ് എൻ്റെ അല്ല. ഈ തിരുമറിക്കകത്ത് എൻ്റെ കാർഡ് അവിടെ ആയി പോവുകയും വേറെ ആരുടെ കാർഡ് എടുത്തുണ്ട്. സത്യത്തിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വേറെ ആരുടെ കാർഡുമായിട്ട് നടക്കുക. ആമേൻ, ആമേൻ. പറഞ്ഞത് മനസ്സിലായവർ സ്തോത്രം ചെയ്യുന്നു. അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ കറക്റ്റായ പിന്നടിച്ച് കറക്റ്റ് കാർഡ് ഇട്ടാൽ മാത്രമേ നിന്നിലേക്ക് എത്തുകയുള്ളൂ. ഇതിന് നല്ലൊരു ഉദാഹരണം അനുഭവത്തിൽ എന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഇതിന് കൃത്യമായൊരു പിന്നുണ്ട്, അത് ഈ സാക്ഷ്യമായിട്ട് കരുതുക. ആമേൻ. ഈ ATM യേശുക്രിസ്തുവിന് അങ്ങനെ പറയുന്നതിനോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. പക്ഷേ നിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെട്ടത് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതി കയ്യിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു പ്രോസസ് ഉണ്ട്. ആമേൻ. അതോ നിങ്ങളുടെ ആത്മാവിനകത്ത് മാത്രം ക്രിസ്തു മതിയെന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഭൗതികത്തിനെങ്കിലും വെളിപ്പെടണം, അങ്ങനെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയെങ്കിലും ആഗ്രഹിക്കുന്നില്ലേ? പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിന്റെ മേലും നിങ്ങളുടെ ശരീരത്തിന്റെ മേലും ഈ ആത്മാവിന്റെ അന്തരീക്ഷം വെളിപ്പെടണം. ഊതി കത്തിക്കേണ്ട കാര്യം വരുന്നതിന്റെ പിന്നെ കാര്യം ഇതാണ്, ഇതിങ്ങോട്ടാകുന്നില്ല. എന്താ? ഒരു രൂപാന്തരത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഓൾറെഡി നിന്റെ അകത്ത് ആത്മാവ് വന്നു കഴിഞ്ഞു, ഇനി നീ സത്യം അറിഞ്ഞാൽ മതി, നീ സ്വതന്ത്രമാവും. അല്ലേ? കുറച്ചാൾ മുമ്പ് വരെ സുനിതയ്ക്ക് ATM കാർഡിൽ നിന്ന് പൈസ എടുക്കാൻ അറിയത്തില്ലായിരുന്നു. ഇവിടെ അവിടെ പോയി നിക്കത്തേ ഉള്ളു.
കാര്യം എല്ലാ ക്രയവിക്രയങ്ങളും നടത്തിക്കൊണ്ട് കുറച്ച് നാൾ മുമ്പ് വരെയാണ്. ഒരു ദിവസം ഞാൻ പറയും, ഇതല്ല, ഈ പരിപാടി നടക്കുകയല്ല, ഞാൻ കൊണ്ടുപോയി പഠിപ്പിച്ചു. ആമേൻ. ഇതിന്റെ കൃത്യം സോഴ്സ് അറിയാമെങ്കിൽ നീ വീട്ടിൽ ഇരുന്നാൽ മതി. അങ്ങനെ പറയുന്നത് വീട്ടിൽ ഇരിക്കാൻ നല്ലതെന്ന് രേശോ, വീട്ടിൽ ഇരുന്നാലും നിന്റെ മേൽ ആത്മാവിന്റെ പ്രകാശം വെളിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, നിങ്ങളുടെ വീടിനകത്താണെങ്കിലും നിങ്ങളുടെ ജോലിക്കകത്താണെങ്കിലും നിങ്ങളുടെ യാത്രക്കകത്താണെങ്കിലും, ഹല്ലേലൂയ, പണ്ട് പ്രാകാരത്തിനകത്ത് ഒരു തടഞ്ഞു നിർത്തിയ അനുഭവത്തിന്റെ അപ്പുറത്തേക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും കൃപാസനം നിനക്ക് കൈ അവകാശമായി കിട്ടിയിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. വർഷത്തിൽ ഒരിക്കൽ നിയോഗിക്കപ്പെട്ട പുരോഹിതന് മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന സാഹചര്യം നിന്നപ്പോൾ വിശ്വസിച്ച ആത്മാവിനെ സ്വീകരിച്ച ആർക്കും ഏതു സമയത്തും ഒരു സംശയം കൂടാതെ ഓടിച്ചെല്ലാൻ നിനക്കൊരു അഭയസ്ഥാനമുണ്ട്. അതിനൊരു വില ഒരാൾ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പള്ളിയിൽ ചെല്ലാൻ നേരത്ത് തിരശീലയിട്ട് മൂടിയ സംഭവം ഉണ്ടല്ലോ, ആ തിരശീലയല്ല, തന്റെ ദേഹം എന്ന തിരശീല രണ്ടായി കീറിയാണ് നമുക്ക് വേണ്ടി ഒരു പുതുവഴി ദൈവം തുറന്നേ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വഴികളെ എല്ലാം അവന് തുറക്കാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന്റെ വിടുതൽ ഈ തിരശീല കീറിയത് മുഖാന്തരം അതിന് കിട്ടിയത്. യോഹന്നാനെ, നീ ഇനി കരയേണ്ട കാര്യമില്ല. കാരണം എന്നറിയോ, ഈ തിരശീല കീറിപ്പെട്ടു. ഒന്ന് പ്രഖ്യാപിച്ചാട്, യേശു അവന്റെ ശരീരം രണ്ടായി കീറിയത് കൊണ്ട് ഈ ദേശത്തിന് വിടുതൽ നിശ്ചയമാണ്. നിന്റെ കുടുംബത്തിന് വിടുതൽ നിശ്ചയമാണ്. നിന്റെ കുഞ്ഞിന് വിടുതൽ നിശ്ചയമാണ്. അവരനുഭവിക്കുന്ന വിഷയത്തിനകത്ത് ഡെലിവറൻസ് നിശ്ചയമാണ്. ഒരു ശാപത്തിനും അവരെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. കാരണം തിരശീല കീറപ്പെട്ടു. നമ്മുടെ കോൺഫിഡന്റ് എന്നാണെന്നറിയാവോ? നമ്മുടെ അകത്ത് കിടക്കുന്ന തിളയ്ക്കുന്ന ഹല്ലേലൂയ കോൺഫിഡന്റ് എന്നാണെന്നറിയാമോ? ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല. ഹല്ലേലൂയ. ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് പണം തരുമെന്നുള്ളതല്ല. പണം തരുവോ തരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ എനിക്ക് തരേണ്ടവൻ എന്റെ അകത്തവന്റെ ആത്മാവിനെ നിക്ഷേപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനാ വചനം, അവന്റെ കൃപയിൽ നിന്ന്, അവനിൽ നിന്ന് കൃപമേൽ കൃപ നിന്നിലേക്ക് ഒഴുകുക. എല്ലാ ഞായറാഴ്ച വന്നിട്ട് കൃപ വേണം അപ്പ, കൃപ വേണം എന്നല്ല, ആ കൃപ നിന്റെ അകത്ത് വന്നെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ അകത്ത് വീണ ആത്മാവിനകത്ത് നിന്ന് ഒരു ഒഴുക്ക് നിങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് പകല് പറഞ്ഞതുപോലെ ആത്മാവിൽ ആഗ്രഹിക്കുക, ഹല്ലേലൂയ, ജീവജലത്തിന്റെ നദി എന്നിൽ നിന്നും ഒഴുകാൻ. ഏതനിൽ നിന്ന് നദി ഒഴുകിയെന്ന? എങ്ങോട്ടാ ഒഴുകിയേ? ഏതിന് ചുറ്റും? ഏതിന് ചുറ്റും? ഏതിന് ചുറ്റും ഒഴുകിയെന്നാണോ? ഇല്ല, ഏതിന് പുറത്തോട്ട് ഒഴുകി. എവിടെ ഒഴുകിയേ? ഓ, ഇതൊരു വലിയ ദൈവശബ്ദാട്ടോ. ഏതിന് പുറത്തോട്ട് ഒഴുകി. ഹല്ലേലൂയ. പ്രവാചക പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ ഒരു നദിയെ കുറിച്ച് പറയുന്നു. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ആലയത്തിന് ചുറ്റും ഒഴുകിയെന്നല്ല, ആലയത്തിൽ നിന്ന് പുറത്തേട്ട് ഒഴുകി. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഒരു ജീവജല നദി ആലയത്തിൽ നിന്ന് ഒഴുകാൻ പോവുകയാണ്. ഏതനിൽ നിന്ന് നദി പുറത്തോട്ടൊഴുകിയെങ്കിൽ, ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ടൊഴുകിയെങ്കിൽ, നീ എന്ന ദേവാലയത്തിനകത്ത് നിന്ന് പുറത്തോട്ടൊഴുകും. ആദ്യം നിന്റെ ദേഹിയെ ഇത് ഓവർകം ചെയ്യും. മുട്ടോളം അല്ല, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത ഒരു ആത്മനദി നിന്റെ അകത്തെ ഉറവയിൽ നിന്ന് ദേഹിയുടെ മേൽ വരുവത്. ഓ, ഇതിനെ സ്വീകരിക്കാൻ പറ്റണേ, ഇതിനെ സ്വീകരിക്കാൻ പറ്റണേ. ഇത് നീ ഒരു പ്രവാചകനാകുമെന്ന് ഒരു ചെറിയ ദൂതല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഈ ഓൾ ദ പാക്കേജ് ഉണ്ട്. ഹല്ലേലൂയ. എല്ലാ കൃപാവരങ്ങളും എല്ലാ ഫലങ്ങളും ഇതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂതിനെ എത്ര പേര് സ്വീകരിക്കും ഈ പകല്? ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന്. ഹല്ലേലൂയ. ഏതെന്റെ നടുക്ക് നിന്നാ ഒഴുകിയത്? ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകി.
നിങ്ങളുടെ നാവിനകത്തുനിന്ന് പുറത്തോട്ട് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേര് ഈ ആഴ്ച ഹല്ലേലൂയ വീട്ടിൽ ചെന്നിട്ട്, ഞാൻ വീട്ടിൽ ചെന്ന് ചർച്ചിൽ ചെന്ന് ആരാധിക്കാൻ നല്ല പറയേണ്ടത്, വീട്ടിൽ ഇരുന്നുകൊണ്ട് ആത്മാവിൽ ആരാധിക്കണം. നീ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ നദിയുടെ ഒഴുക്കുണ്ടാകണം. ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദം പറയുന്നു, ആലയത്തിൽ നിന്ന് പുറത്തേക്കൊരു നദി ഒഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിന്റെ മേൽ അത് കയറും, നിന്റെ ദേഹിയുടെ മേൽ അത് കയറും. ശരീരത്തിന്റെ പ്രശ്നവും ദേഹിയുടെ പ്രശ്നവും യേശുവിന്റെ നാമത്താൽ പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. സത്യം നിമിത്തമുള്ള ഒരു വലിയ അന്തരീക്ഷം വെളിപ്പെടും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇവരെല്ലാം ആരാധിക്കാൻ വേണ്ടി കയറിയത് പർവ്വതത്തിന്റെ മേളിലാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആരാധന മുഴുവൻ, യാഗങ്ങൾ മുഴുവൻ നടക്കുന്നത് പർവ്വതത്തിന്റെ മേളില. ഇവര് കേറി ചെല്ലണം മേളിലോട്ട്, അല്ലേ? ഇവര് പുതിയ നിയമത്തിലെ ആരാധന പർവ്വതത്തിന്റെ മേളിൽ കയറുന്ന പരിപാടി അല്ല. ഹല്ലേലൂയ. നദിയുടെ ഉറവകൾ തുറന്നുകൊണ്ടാ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ ഉറവകൾ തുറന്നതുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫെലിസ്ത്യർ ഒരു പെട്ടകം ഉണ്ടാക്കിയാരെ നിങ്ങൾക്ക് അറിയാമോ? ഇസ്രായേൽ ജനത്തിന് ഒരു പെട്ടകമുണ്ട്. ആ മാതൃകയിൽ അവർ അതേ തടി ഉപയോഗിച്ച്, അതേ സാധനം ഉപയോഗിച്ച് അവരൊരു പെട്ടകം ഉണ്ടാക്കി. അപ്പം ഈ ഒരു പെട്ടകത്തിന്റെ മാതൃക ആർക്കും ഉണ്ടാക്കാം. പക്ഷെ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് തീയാണ്. അത് കിട്ടത്തില്ല. അത് എല്ലായിടത്തും അല്ല. അത് കിട്ടുന്നത് അകത്തുള്ള ആത്മാവിലാണ്. ഇന്ന് പകല് ആത്മാവിന്റെ തീ കത്തിക്കാൻ താല്പര്യമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആത്മാവിന്റെ തീ ഉള്ളത്തിൽ കത്തുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതൊരു ഭൗതിക ദൂത് മാത്രമല്ല, ഭൗതിക ദൂതേ അല്ല. പക്ഷെ ഇതിനകത്ത്, നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവിനെ നീ പരിപോഷിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സമസ്ത മേഖലയ്ക്കകത്ത് ഡെലിവറൻസുകൾ സംഭവിക്കും. നാളുകളായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും ഒരു പാസ്റ്റർ തലേ കൈവെക്കാതെ, 10 പൈസ ആർക്കും കൊടുക്കാതെ കാര്യം നടക്കും. ആമേൻ. ഹല്ലേലൂയ. കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. ഹല്ലേലൂയ. ഈ സാക്ഷി ഞാൻ മനസ്സിലാക്കും. നദിയുടെ ഒഴുക്കിനായിട്ട് നിന്റെ ഹൃദയം, ഇതൊരു ദൂത. ഞാൻ മാത്രം പറഞ്ഞല്ല, റിങ്കൂടെ എഴുന്നേറ്റ് നിന്നപ്പോൾ തുടങ്ങിയ വാക്കാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നോ, ദാഹിക്കുന്നോ ഒരു നദിക്ക് വേണ്ടി? അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നു. മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ആത്മാവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുപോകാനായിട്ട് താല്പര്യമുണ്ടോ? ചിന്തകളുടെ മേൽ, ആലോചനകളുടെ മേൽ, ദേഹിയുടെ മേൽ, ദേഹത്തിന്റെ മേൽ ഓവർകം ചെയ്യുന്ന ഒരു ആത്മാവിനെ എത്ര പേർക്കറിയാം? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ ഉൽപ്പത്തി പുസ്തകം തുടങ്ങാൻ നേരത്ത് നാം കാണുന്ന ഒരു ശക്തമായ ദൂതുണ്ട്. ആഴത്തിന്റെ താഴെ ഇരുളുണ്ടായിരുന്നു, ആത്മാവ് അതിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇരുളുണ്ടായിരുന്നു, പക്ഷെ ആത്മാവ്, നിന്റെ മനസ്സിലോ ശരീരത്തോ ഇരുളുണ്ടായിരുന്നാലും നീ ഒരു ദൈവ പൈതലാണെന്ന് ഈ ദൈവം നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്നറിയാവോ? ഒരുവന്റെ ദേഹത്തെ കീറി അവന്റെ ആത്മാവ് വിശ്വാസം നിമിത്തമായി നിന്റെ അകത്തേക്കിട്ടു. ഹല്ലേലൂയ. എന്നിട്ടാ വേട് വെളിപ്പെട്ടത്. വേട് വെളിപ്പെട്ട് ഇരുണ്ട് കിടന്ന ഭൂമിയെ ആ ആഴിയുടെ അകത്ത് നിന്ന് പൊക്കിയെടുത്ത് റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ദിസ് ഈസ് എ റീക്രിയേറ്റ്. ഈ സാക്ഷ്യം നിന്റെ അകത്തൊരു റീക്രിയേഷനാണ് നൽകുന്നത്. പഴയ മനുഷ്യനായ നിന്റെ മനസ്സിന്റെ ആ അവസ്ഥ, വൈകല്യങ്ങളെ മുഴുവൻ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പിച്ച് ഒരു റീക്രിയേഷൻ നടക്കണം. യാക്കോബിന് അവകാശത്തെ കയറി പിടിക്കാൻ പറ്റത്തില്ല, അവന് ഇസ്രായേലായേ പറ്റുള്ളൂ. അതിനൊരു എൻകൗണ്ടർ ആവശ്യമുണ്ട്. ഒരു എൻകൗണ്ടർ. അപ്പുറേ മരണം നിൽക്കുമ്പോൾ, ഊരിപ്പിടിച്ചമായ വാളുമായിട്ട് ഏശാവ് അപ്പുറേ നിൽക്കുമ്പോൾ, ഇപ്പുറേ തൊട്ടിപ്പുറേ യാബോക്ക് കടവിന്റെ ഇപ്പുറേ തനിക്കുള്ളതിൽ അക്കരെ കടത്തിയിട്ട് അവൻ ദൈവത്തിന്റെ ദൂതനുമായി മല്ലിടുകയാണ്. എന്താണ്? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, ഹല്ലേലൂയ,
ആ അനുഗ്രഹം എന്താണ്? ലാബാന്റെ വീട്ടിലിട്ട് അവനെ അനുഗ്രഹിച്ച ഒരു ദൈവത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഏത് അനുഗ്രഹമാണ് ഇവിടെ? അപ്പറേ എന്നിട്ട് യാക്കോബിനോട് പറയുന്നത്, നിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം നിമിത്തമായി ഞാൻ ഏകനായി പോയി, എന്നെ വലുതാക്കി ദൈവം തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പറയുന്ന അനുഗ്രഹം ഒന്നും അല്ല. യാക്കോബ് എന്ന മനുഷ്യൻ ആ ദൂതനോട് ചോദിക്കുന്നത്, രാത്രി മുഴുവൻ മല്ല് പിടിക്കുന്ന ഒരു എൻകൗണ്ടർ അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബിനെ ഹല്ലേലൂയ ഇസ്രായേലാക്കി മാറ്റുന്ന ഒരു രൂപാന്തരം. ഈ ഭൂമി കാണാൻ പോകുന്ന സൈലന്റായ വിടുതല രൂപാന്തരം. ആമേൻ. യേശു ഞാനാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യം വെളിപ്പെടുത്തി അവന്റെ ആത്മാവ് അവൻ പറഞ്ഞ സാക്ഷ്യം എന്റെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടി എന്റെ അകത്തിട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയാണ്, പിതാവായിട്ടുള്ള കോൺവെർസേഷൻ പറയാണ്, നമ്മളായിരിക്കുന്നത് പോലെ. എങ്ങനെയാണ് നമ്മളായിരിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കുന്നത് പോലെ ഇവരും ആകേണ്ടതിന്. പക്ഷെ ഇന്ന് പകരം നന്നായിട്ട് ആഗ്രഹിക്കണം ദൈവമക്കളെ, നിന്റെ അകത്ത് വന്ന ആത്മാവ് ക്രിസ്തു എന്ന ഒരു ജയജീവിതം നിന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരം കൊണ്ട് പാപം ചെയ്യാനല്ല, നിന്റെ മനസ്സുകൊണ്ട് പിന്മാറി നിൽക്കാനല്ല, നിന്റെ അകത്ത് വന്ന ആത്മാവിൽ ഹല്ലേലൂയ ഈ ശരീരത്തെയും ആത്മാവിനെയും ജയിപ്പിക്കുന്ന ഒരു ക്രിസ്തു. നീ നിന്റെ പ്രവൃത്തികൾ ആഗ്രഹം കൊണ്ട് ജയിക്കാൻ താല്പര്യപ്പെടണ്ട. ജയിച്ചവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബൈബിൾ പറയുന്നത്, നീ ആരാണെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ, ഈ ബൈബിൾ പറയുന്നത് നീ മണ്ണല്ല, നീ ആത്മാവാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ സാക്ഷ്യത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ ഒരു 1-2 മിനിറ്റ് അകത്ത് പറഞ്ഞിട്ട് പോകാം. ഒന്നാമത്തെ സാക്ഷ്യം, ഞാൻ ജീവന്റെ ദയവായി ഞാൻ നിങ്ങളോട് ഹൃദയംഗമായി പറയുന്നു, ഈ സാക്ഷ്യമുള്ള ബൈബിളിനകത്ത് സകല വചനം പൊക്കണം, എടുക്കുക, കാണപ്പെടാൻ പഠിക്കണം. യഹോവയുടെ സാക്ഷി എന്ന് പറഞ്ഞ 10-32 വാക്യമുണ്ട്. ക്രിസ്തുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ അതിനെക്കാളും കൂടുതലുണ്ട്. യഹോവയുടെ കർത്താവിന്റെ സാക്ഷി എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ ബോംബ് പൊട്ടിക്കുന്ന ഒരു വാക്യമുണ്ട്, അതിന് പിന്നിൽ പറയാം. ഹല്ലേലൂയ. ഈ വാക്കുകൾ എടുത്ത് വായിച്ചിട്ട് ഈ സാക്ഷ്യം എന്തായിരുന്നു? പഴയ നിയമത്തിലെ പ്രവചനമായിട്ടും പുതിയ നിയമത്തിലെ പൊരുളായിട്ടും യേശു വെളിപ്പെടുത്തിയ സാക്ഷ്യത്തെ ഇന്ന് ഈ ആഴ്ച കാണപ്പാടം പഠിക്കണം. ഒന്ന്, ഞാൻ ജീവന്റെ എന്ന് പറഞ്ഞാട്ടെ, ഞാൻ ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശന്നവരോടാണ് പറഞ്ഞത്. വിശന്നവരോടാ. നിർജ്ജന സ്ഥലത്ത് ഒറ്റയ്ക്ക് യേശു ഇരിക്കുമ്പോ യേശുവിനെ മാത്രം ആഗ്രഹിച്ച് കുറച്ചു പേര് വന്നു. വിശന്ന് വന്നവരോട് അവൻ ജീവന്റെ വാക്കുകൾ സംസാരിച്ചു. എന്റെ അവസാനത്ത് ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞത്, ഇവർക്ക് വിശന്നപ്പോ യേശു പറഞ്ഞു, ഇവർക്ക് അപ്പം ഏത് കടയിലാ പോകുന്നേ? ഞാൻ ഒത്തിരി ദൂരം എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഒരു കുഞ്ഞിന് കൊടുത്ത, എൻ്റെ അനയാമോൾക്കൊക്കെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്ത അവള് സൺഡേ സ്കൂൾ കഴിയുന്നതിന് മുമ്പ് തീർക്കും അത്. എന്നിട്ട് ഗ്ലാഡ്സൺ പാസ്റ്റർ ഒരു പെങ്ങടെ കുഞ്ഞുണ്ടോ അവിടെ, റിലേറ്റീവ്, അവൻ്റെ അടുത്ത് ഇവള് കഴിക്കും. ഈ ബാലൻ 3 ദിവസമായിട്ട് ഇത് കഴിച്ചിട്ടില്ല. ഇപ്പൊ കുഞ്ഞിനെയും കൂടെ സ്വാധീനിക്കാൻ പറ്റുന്നതല്ലേ? കുഞ്ഞിനെയും കൂടെ സ്വാധീനിക്കാൻ പറ്റിയ ജീവമൊഴിയല്ലേ പറഞ്ഞേ? കേൾക്കുന്നോ? അന്ന് സ്വീകരിച്ചു വിട്ടെ. ഹല്ലേലൂയ. ഇത് വലിയവർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്, ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ ഏറ്റവും അവസാനം ഇത് ഒന്നുകൂടെ ഞാൻ റിവൈൻഡ് ചെയ്തെല്ലാം പറയാം. അവസാനം ഇവരെല്ലാം കഴിച്ച്, സമയമില്ലാത്തതുകൊണ്ട് അവസാനത്തിലേക്ക് പോകുന്നത്, എല്ലാം കഴിച്ചിട്ട് എല്ലാവർക്കും വയറ് നിറഞ്ഞു. എല്ലാവർക്കും വയറ് നിറഞ്ഞോ? യേശു ഒരു വാക്ക് പറയാണ്, എല്ലാവർക്കും വയറ് നിറഞ്ഞെങ്കിൽ താഴെ കളഞ്ഞതും
അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതെല്ലാം കൂടെ പെറുക്കിയെടുത്തോളാം. എന്നാ ചെയ്യണം? അവരെല്ലാം കൂടെ പെറുക്കിയെടുത്തപ്പോൾ 12 കൊട്ട അവശേഷിച്ചു. എവിടെയാണ്? 12 കൊട്ട. ഈ 12 കൊട്ടയെക്കുറിച്ച് ദൂത് ഞാൻ അടുത്ത ആഴ്ച പറയാം. ആ 12 അപ്പോസ്തലന്മാരുടെ വെളിപ്പെട്ട അപ്പോസ്തലിക ഉപദേശത്തിലാ ചർച്ച നിൽക്കുന്നത്. ആ ജീവന്റെ ശബ്ദത്തിനകത്താണ് സഭ വളർന്നത്. ക്രിസ്തു അഥവാ ക്രിസ്തു സാക്ഷ്യം എന്ന വിഷയത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ ഇത് ഞാൻ പറയാം. ഒരു പോയിന്റ് കൂടെ പറയട്ടെ. ഇവർക്ക് അപ്പത്തെ കുറിച്ചുള്ള വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് തന്നെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അപ്പം വേണമെന്ന് പറയുന്ന സമയത്ത് ഇവര് പറയാണ്, ഞങ്ങളുടെ പഴയ നേതാവായ മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അപ്പം കൊടുത്ത്. അപ്പൊ യേശു ചോദിക്കുന്ന, മോശയാണോ കൊടുത്തത് അതോ പിതാവാണോ കൊടുത്തത്? ഇവരുടെ വിചാരം ആര് കൊടുത്തെന്നാ? മോശ കൊടുത്തെന്ന. മോശയല്ല, എന്റെ പിതാവാണ് അവർക്ക് അപ്പം കൊടുത്തത്. എന്റെ പിതാവാണ് അപ്പം കൊടുത്തത്. ആ അപ്പത്തെ കുറിച്ച് റൂൾ ലാംഗ്വേജിൽ നിന്ന് പഠിച്ച ഏഞ്ചലിക് ഫുഡ് എന്നോ ആത്മാക്കളുടെ ഫുഡ് എന്നോ കിടക്കുന്നത്. ആ ഫുഡ് എന്താണ്? സംഭവം മെറ്റീരിയലാണ്. ഇതാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. അഥവാ ആ ഭൗതികമായ മന്നയ്ക്കകത്തേക്ക് ദൈവം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സംതിങ്, ഏഞ്ചൽസിന്റെ ആത്മാക്കളുടെ അപ്പം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏലിയാവിനും കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലേ പിന്നെ ആ ഓട്ടോ ഓടാൻ എങ്ങനെ ശക്തി കിട്ടുന്നേ? അങ്ങനെ ചില അപ്പം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആ അപ്പത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. നിങ്ങൾക്കറിയാം, ആ അപ്പം കഴിച്ച ആൾക്കാരുടെ ശരീരത്തിനകത്ത്, ത്വക്കിനകത്ത്, വസ്ത്രത്തിനകത്ത്, ചെരുപ്പിനകത്ത് അഭിഷേകം ഉണ്ടായി. ഇത് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കി പോകണം. ഐ ആം ദ ലിവിങ് ബ്രെഡ്. ഞാൻ ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ തലങ്ങും വിലങ്ങും മാറി തിരിഞ്ഞും ചിന്തിക്കും. ഞാനിതൊരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഹല്ലേലൂയ. ദാഹിക്കുന്നവരുണ്ടോ? ലിവിങ് ബ്രെഡിനെ കുറിച്ച് പറയുന്നു, ജീവൻ എന്ന വെള്ളത്തെക്കുറിച്ച് പറയുന്നു, ജീവനുള്ള കല്ലിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ഒരാശയത്തിൽ നിന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് പോണെങ്കിൽ എന്ത് വേണം? ജീവന്റെ അപ്പം വേണം. ഇത് മാംസമല്ല, ഭൗതിക ആഹാരമല്ല, മറിച്ച് ദൈവവചനമാണ്. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. അവൻ ആരാണ് എന്നുള്ളതാണ് ആ അപ്പം. അവൻ ആരാണ് എന്നുള്ളതാണ് നീ പ്രാപിക്കേണ്ടത്. അവൻ ആരാണ് എന്ന് തെളിയിക്കാൻ ആത്മാവിനെ അകത്തിട്ടു. അത് നിന്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും വരണം. എഴുന്നേറ്റ് നിന്നോ, സമയം മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ദൈവകരത്തിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. എന്നിട്ട് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ ദേഹത്തെയും ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പരിശ്രമം കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. എൻ്റെ അകത്ത് വന്ന ആത്മാവിന് ഞാൻ കീഴടങ്ങുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ആഴങ്ങൾ തുറന്നു വരണം. ഹല്ലേലൂയ. ഒരു കാര്യം ദൈവത്തോട് കർത്താവേ, അങ്ങയുടെ സാക്ഷ്യം എന്നിൽ സ്ഥിരമാകണം. അങ്ങയുടെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം എൻ്റെ മുമ്പിൽ തുറന്നു വരണം. എനിക്കിപ്പോൾ കൈമുതലായിട്ടുള്ളത് മനസ്സിൻ്റെ സാക്ഷ്യമാണ്. പക്ഷേ എൻ്റെ അകത്ത് ആത്മാവുള്ളത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എനിക്ക് വേണം. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എനിക്ക് വേണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് നിലനിൽക്കണം. ഇത് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടുകാർക്ക് നൽകാൻ കഴിയാത്ത, നിങ്ങളുടെ പിതാവിന് നൽകാൻ കഴിയാത്ത, നിങ്ങളുടെ ദേശത്തിന് നൽകാൻ കഴിയാത്ത, മനുഷ്യന് നൽകാൻ കഴിയാത്ത ഒരു സാക്ഷ്യം, നഷ്ടപ്പെട്ടു പോയ സാക്ഷ്യം ദൈവത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് കൈവശം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു സ്ത്രീ അവൾ വന്ന് ചോദിക്കുകയാണ്, ഈ അപ്പം എനിക്ക് കിട്ടുമോ? ഈ അപ്പം എനിക്ക്? യേശു പറഞ്ഞു, സമയമായിട്ടില്ല. സമയം? ഈ അപ്പം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഉള്ളതാ. സമയമായിട്ടില്ല.
അവളൊരു വെളിപ്പാട് പറയാ, ഇല്ല, ഇത് ഇസ്രായേൽ ജനം മക്കൾക്ക് വേണ്ടി ഉള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ തകർക്കപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, കീറുന്ന, നിന്നെ രണ്ടായി വിഭജിക്കുന്ന ഇസ്രായേൽ ജനം, യഹൂദന്മാർ കീറുന്ന ഒരു സമയമുണ്ടല്ലോ, നിന്നെ ക്രൂശിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, എനിക്കിവിടെ അവകാശപ്പെട്ടതാ, എന്റെ അവകാശമായി ഈ അപ്പം മാറും. ഹല്ലേലൂയ. ഒന്നും ആകാതെ, ഹല്ലേലൂയ, ഒരു നായ്ക്കുട്ടിയുടെ തലത്തിലേക്ക് തരന്നാണ് പോയെന്ന് ചിന്തിച്ചവളെ അവകാശത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആ വെളിപ്പാട് ഉള്ള ദൈവമക്കളാണ് നിങ്ങൾ. He is the living bread of life. ഹല്ലേലൂയ. നിന്നെ ജീവനുള്ള ആരാധന ആലയമാക്കാൻ ജീവന്റെ അപ്പമായി നിന്റെ അകത്ത് വന്ന ആ യേശു എന്ന ജീവന്റെ അപ്പത്തെ കയറി പിടിച്ചോണം. ഹല്ലേലൂയ. നീ കഴിക്കുകയും നീ കുടിക്കുകയും ചെയ്യുന്ന ഈ അപ്പം വീഞ്ഞും ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ അപ്പവും വീഞ്ഞും അല്ല. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ആത്മാവും ജീവനുമാണ്. ഭൗതികമായി ഇത് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയും ആ ആത്മാവിലൂടെ ജീവനെയാണ് സ്വീകരിക്കുന്നത്. ഇത് കഠിന വാക്കാണെന്ന് പറഞ്ഞ് ചിലര് യേശുവിനെ വിട്ടേച്ചു മാറുമ്പോ യേശു പറഞ്ഞു, ഇത് മാംസമല്ല, ഇത് വീഞ്ഞല്ല, രക്തമല്ല, ഇത് ആത്മാവും ജീവനുമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനകത്ത് ജീവൻ കയറട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് ജീവൻ കയറട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആത്മാവിൽ പറഞ്ഞ മരണമെന്ന വാക്കിനി വായി വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് വെളിപ്പെടുത്തലുകൾ നൽകാനുണ്ട്, അത് പറയാതെ മുന്നോട്ട് എനിക്ക് ഈ വിഷയങ്ങൾ തുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മരണമെന്ന് പറയുന്നിടത്ത് ജീവൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിന്റെ അകത്തെ ആത്മാവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മരണം ഒരു നാശമാണെന്ന് ലോകം പറയുന്നു, പക്ഷെ ഇന്ന് പറയുന്നു മരണമല്ല, ജീവനാണ് നിന്നിൽ വെളിപ്പെടുന്നത്. ഇടക്കേത്ത് മദ്യപാനാസക്തിയിൽ നിൽക്കുന്നവരെ ഹല്ലേലൂയ ഡെലിവറി ചെയ്യുന്ന ദൈവശക്തിയുടെ വ്യാപാരം, 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 വ്യാപാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ഡെലിവറൻസ് ഒരു യങ് ജനറേഷനെ ആസക്തിയിൽ ഇട്ടിരിക്കുന്നതിനകത്ത് നിന്ന് ആത്മാവ് ഇവരെ സ്വതന്ത്രമാക്കട്ടെ. അതുകൊണ്ടാണ് റോമാലേഖനം 8 പറയുന്നത്, ഈ സ്വാതന്ത്ര്യം എന്താണെന്ന്, ഈ പുത്രന്മാർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്താണെന്ന് ഈ സൃഷ്ടി അറിയണം, ഈ സൃഷ്ടി അറിയണം. യേശുവിന്റെ നാമത്തിൽ അത് ഉള്ളത്തിൽ കിട്ടിയ ആൾക്കാർ അവരിൽ അനുവദിക്കാമെങ്കിൽ നിന്നിലൂടെ അത് ഒഴുകും കേട്ടോ, എല്ലാം ഒഴുകും. ഒരുപാട് കുടുംബങ്ങൾക്ക് നിന്റെ വാക്ക്, ജീവന്റെ വാക്ക് ആശ്വാസമാകും. ഹല്ലേലൂയ. നീ നിൽക്കുന്ന പട്ടണത്തിനകത്ത് മദ്യപാനത്തിന്റെ ദുശീലം കൊണ്ട്, ലഹരിയുടെ ദുശീലം കൊണ്ട് മരിക്കരുതാരും. അമ്മ ആരാണെന്ന്, അപ്പൻ ആരാണെന്ന്, സഹോദരൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതി മനസ്സിനെ മോഹാസക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനെ വെളിപ്പെടുകയാണ്. അത് വെളിപ്പെടുത്തിയാട്ടെ, ആത്മാവിൽ നിന്ന് വെളിപ്പെടുത്തി പ്രാർത്ഥിച്ചാട്ടെ. ദേശത്തിന്റെ മേൽ അസാധാരണമായ ഡെലിവറൻസുകളെ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ സംഭവിക്കുവാന്നിപ്പം. ആസക്തികൾ പൊട്ടട്ടെ, ദേശത്ത് ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ. കുടുംബങ്ങൾക്കകത്ത് ഹല്ലേലൂയ പണം നഷ്ടമാക്കുന്ന, സമാധാനം നഷ്ടമാക്കുന്ന ആ ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് വീട്ടിൽ പോകരുത്. ഇപ്പോൾ ഈ വചനം സ്വീകരിച്ചുകൊണ്ട് പോകണം. എല്ലാ ആസക്തികളും ശാസിക്കുന്നു, എല്ലാ ജഡപ്രവൃത്തികളെയും ശാസിക്കുന്നു. വലിയ വലിയ ഡെലിവറൻസുകൾ വീടിനകത്തുണ്ടാകട്ടെ. ഒരു നിമിഷം ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളത്തിൽ വന്ന ആത്മാവ് ഉച്ചരിച്ചുകൂടാതെ ഞരക്കങ്ങളാൽ ഞങ്ങളുടെ ഉള്ളിൽ വിട്ടുമാറാതെ ഞങ്ങളുടെ അകത്തായിരിക്കുന്ന ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഒഴുകി ഇറങ്ങേണ്ടതിനായി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾക്കകത്തേക്ക്, ഈ വചനം കേട്ട വ്യക്തികൾക്കകത്തേക്ക് നിന്റെ ഉറക്കത്തിൽ പോലും ആത്മാവ് നിന്റെ ശരീരത്തെയും മനസ്സിനെയും പിടിക്കും. അറിയാമല്ലോ, നിങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത ഒരുവനുണ്ട്, അവനാ മനസ്സ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിനകത്ത് ഒരു വാക്യമാണ്, ആത്മാവ് സൂക്ഷിക്കുന്നു, ആത്മാവ് സംരക്ഷിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തിയാൽ ആത്മാവ് സംരക്ഷിക്കുന്നു. നീ ഉറങ്ങുമ്പോഴും നിന്നെ വഷളനാക്കി മാറ്റുന്ന നിന്റെ ഗൂഢ മനുഷ്യനാകുന്ന മനസ്സിനെ ജയിക്കാൻ ആത്മാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും വരുന്നില്ലെന്ന്. പിതാവ് എങ്ങനെ ആകർഷിക്കുന്നത്? He put his spirit in us. അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചാണ്. കരം ഉയർത്തി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ഡെലിവറൻസുകൾ ദേഹിയുടെ മേലും ദേഹത്തിന്റെ മേലും കർത്താവെ അങ്ങ് അയച്ചതിനായി സ്തോത്രം. ഈ വചനത്തിന്റെ ഏറ്റവും ശക്തമായ വിടുതലുകൾ ഈ പട്ടണത്തിനകത്തെ കുടുംബങ്ങൾക്കകത്ത്, ഞങ്ങളുടെ സഭയ്ക്കകത്തെ കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് നടക്കുന്നതിനായി സ്തോത്രം. താഴ്ത്തി